നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ട്, അതുകൊണ്ട് നമുക്കൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. 3 ടിപ്സ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫോണിലെ ക്യാമറ എടുത്ത് വലിച്ചെറിയുക. കാരണം ഈ ക്യാമറ ഉണ്ടല്ലോ, ഇത് ഫിൽറ്റേഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് തരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് അവൈലബിൾ ആണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ ക്യാമറനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ രീതിയിലേക്കുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും അത് ത്രൂ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം, ക്യാമറ ഒന്ന് ജസ്റ്റ് തുടയ്ക്കുക. ഇപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് തിരിച്ചു നോക്കിയേ, അതിൽ പൊടിയോ മെഴുക്കോ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ക്യാമറൻ്റെ ലെൻസിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പോയി തുടയ്ക്കുക. നമ്മൾ പോക്കറ്റിലൊക്കെ ഇടുന്ന സാധനമാണ്, സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാതൊക്കെ ഈ സംഭവം വരും. സോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് തന്നെ നമുക്ക് നല്ലൊരു ക്രിസ്പായിട്ടുള്ള ഒരു സംഭവം കിട്ടും. മൂന്നാമത്തെ സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബേക്കറി തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഈ ബേക്കറിനെ കുറിച്ച് ഒന്നും അറിയാതെ നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റുമോ? അത് പരാജയപ്പെടാനാണ് കൂടുതൽ സാധ്യത. നേരെ മറിച്ച് നമ്മൾ ബേക്കറിയെ കുറിച്ച് നല്ലൊരു ധാരണ, അല്ലെങ്കിൽ ഒരു ബേക്കറി പോയി നിന്ന് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അതൊന്നും കൂടി വിജയിക്കാനുള്ള സാധ്യത. അതേപോലെ തന്നെയാണ് ഫിലിം മേക്കിംഗ്. ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് നമ്മളൊന്നും അറിയാതെ ചെറിയ രീതിയിൽ അത് ഫോണിലാണെങ്കിൽ പോലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്ലാൻ ചെയ്യാം. അതിലൊന്നാണ് ഫിലിം മേക്കിംഗ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിലിം മേക്കിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. സ്ക്രിപ്റ്റിങ്ങും ഫിലിം മേക്കിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഡീൽ ചെയ്യാം.